ഞാൻ സ്മിത. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോവാം, വായോട്ടാ. അപ്പോൾ നോക്കിയാൽ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ കഷ്ണങ്ങളൊക്കെ ഒന്ന് മുങ്ങി കിടക്കാവുന്ന രീതിയിൽ അത്രയും വെള്ളം നമ്മൾ ഒഴിക്കും. നമ്മൾ നാളികേരമൊക്കെ ഇട്ടിട്ട് നോക്കിയാൽ ഇതേപോലെ ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. വറുത്ത നാളികേരം ഇതിലിടുന്നതോട് കൂടി നമ്മുടെ സദ്യ സ്പെഷ്യൽ വറുത്ത എരിശ്ശേരി റെഡി ആയിട്ടാണ്. വറുത്തലിശ്ശേരി റെഡി ആയിട്ട് നമ്മൾ വറുത്ത നാളികേരമൊക്കെ ഉണ്ടല്ലോ ഇതിൽ എല്ലായിടത്തേക്കും ആവേണ്ട രീതിയിൽ ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. അപ്പം ഇനി ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഷൈറ്റിനെ വിളിക്കട്ടെ കേട്ടോ. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് മത്തങ്ങയും പയറും കായും എരിശ്ശേരി ആട്ടാ. അപ്പോൾ അതായത് ഉണക്കപ്പയർ നമ്മളൊരു 1/2 ഗ്ലാസ് ഉണക്കപ്പയർ കഴുകി എടുത്തിട്ടുണ്ട്. അത് നേരെ നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾക്കുണ്ടല്ലോ ഒരു 5 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്കിത് തീ കത്തിച്ച് നമുക്കിത് കുക്കർ അടച്ച് വയ്ക്കാം. അപ്പോൾ ആദ്യത്തെ ഒരു വിസിൽ വന്ന് കഴിഞ്ഞാൽ തീ കുറച്ച് വെച്ചിട്ട് പിന്നെ തീ കുറവില്ല, ഒരു 3-4 വിസിൽ അത്രയും മതി കേട്ടോ. 3-4 ഓരോ പയർ പെട്ടെന്ന് വേവണമെന്നുണ്ട്. അത്രയും വിസിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്ത് ഇതിലത്തെ എയർ പോയി കഴിഞ്ഞാൽ നമുക്ക് തുറക്കാം. നമ്മുടെ പയറിട്ടിട്ട് എയറൊക്കെ പോയിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ നോക്കിയാൽ നമ്മുടെ പയറൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതാ ഇപ്പോഴത്തെ ഒരു ചട്ടി എടുത്തിട്ടുണ്ട്. ഈ ചട്ടിയിലേക്ക് ഞാനുണ്ടല്ലോ നമുക്ക് ഈ ചട്ടിയിലേക്ക് ഉണ്ടല്ലോ ഒരു 200 ഗ്രാമിൻ്റെ അടുത്തേക്ക് മത്തങ്ങയുണ്ട്. ഇതേപോലെ കഷ്ണങ്ങളാക്കിയിട്ടാണ് നമ്മൾ നുറുക്കിയിട്ടുള്ളത്. നമുക്ക് ഇട്ട് കൊടുക്കാം. അതേപോലെ തന്നെ നേന്ത്രക്കായാണ്. അതൊരു മീഡിയം വലുപ്പമുള്ള നേന്ത്രക്കായ. അപ്പോൾ അത് നോക്കിയാൽ കണ്ടോ ഇങ്ങനെയായിട്ടോ നമ്മൾ നുറുക്കിയിട്ടുള്ളത്. അതിട്ട് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് കറിവേപ്പില, ഒരു 3/4 ടീസ്പൂണ് മുളക് പൊടി, അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, പിന്നെ നമ്മളിവിടെ വേവിച്ച് വെച്ച നമ്മുടെ ഉണക്കപ്പയറുണ്ടല്ലോ അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് നമുക്കിത് വേവിച്ചെടുക്കാം. അപ്പോൾ നോക്കി നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ കഷ്ണങ്ങളൊക്കെ ഒന്ന് മുങ്ങി കിടക്കാവുന്ന രീതിയിൽ അത്രയും വെള്ളം നമ്മൾ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് നമ്മൾ ആവശ്യത്തിന് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഒന്നുകൂടി ഇളക്കി കൊടുക്കാം. നമുക്കുണ്ടല്ലോ മൂടി വെച്ച് തീ കത്തിച്ച് നമുക്കിത് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ കഷ്ണങ്ങളൊക്കെ ഇരുന്ന് ഇവിടെ വേവട്ടെ. നമുക്കതിലേക്കുണ്ടല്ലോ ഒരു 3/4 മുറി നാളികേരം ചെരുകിയതെടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് പച്ചമുളക്, ഇത്രയും പച്ചമുളക് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് 1 ടീസ്പൂണ് ജീരകം, പിന്നെ ഇത്രയും ഉള്ളി. ഇത് എല്ലാം കൂടി നമുക്കൊന്ന് ചതച്ചെടുക്കാം കേട്ടോ. ഇതേപോലെയാണ് കേട്ടോ നമ്മൾ ചതച്ചെടുത്തിട്ടുള്ളത്. ഇനി നമുക്കുണ്ടല്ലോ അവിടെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. നമ്മൾ കഷ്ണങ്ങളൊക്കെ ഇട്ടിട്ട് അപ്പോൾ നമുക്കൊന്ന് ഇളക്കി കൊടുത്ത് വേവണ വരെ ഒന്ന് തീ കുറവിൽ വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ. നമുക്കുണ്ടല്ലോ മൂടി ഒന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നോക്കിയേ നമ്മളിതാ കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ. മത്തങ്ങയും കായും ഒക്കെ വെന്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ചതച്ചെടുത്ത് നമ്മുടെ നാളികേരം ഉണ്ടല്ലോ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നാളികേരം ഇട്ടിട്ട് ഒന്ന് തിളച്ചോട്ടെ കേട്ടോ. അത് കഴിഞ്ഞ് നമുക്കിത് ഓഫ് ചെയ്യാം. വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് വയ്ക്കാൻ പറ്റുന്ന ഒരു എരിശ്ശേരി ആട്ടോ ഇത്. വറുത്തെരിശ്ശേരിയാണ് നമ്മൾ വയ്ക്കുന്നത്. നാളികേരമൊക്കെ ഇട്ട് നമുക്കിത് ഒന്ന് മൂടി വയ്ക്കാം. ഒന്ന് തള വന്നാൽ അപ്പം തന്നെ നമുക്ക് ഓഫ് ചെയ്യാം.
നാളികേരമൊക്കെ ഇട്ടതാ തള വന്നിട്ടുണ്ട് കണ്ടോ. ഇതേപോലെ ചെറുതായിട്ടൊരു തള വരുള്ളൂ കേട്ടോ. നമുക്ക് ഈ സമയത്ത് ഇത് ഓഫ് ചെയ്യാം. നമുക്കിത് ഇറക്കി വെക്കാം. ഇനി നമുക്കിതിലേക്ക് താളിക്കണം. അപ്പോൾ അതിന് വേണ്ടി നമ്മളിതാ ഒരു ചീനിച്ചട്ടി അടുപ്പത്ത് കയറ്റിയിട്ടുണ്ട്. ഈ ചീനിച്ചട്ടി ഒന്ന് ചൂടാവട്ടെ കേട്ടോ. ചീനിച്ചട്ടി ചൂടായി വന്നു. അതിലേക്ക് നമ്മളിതാ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. 3 ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് നമ്മൾ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടാവട്ടെ. വെളിച്ചെണ്ണയ്ക്ക് ഒഴിച്ചാൽ ചൂടായി വന്നു. അതിലേക്ക് നമ്മളിതാ 1.5 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 3 പച്ചമുളക് നമ്മളിതാ നടുമുറിച്ചിട്ട് കൊടുക്കുന്നത്. 2 കതിര് കറിവേപ്പില. ഇതിലേക്ക് നമ്മളുണ്ടല്ലോ 1.5 പിടി നാളികേരമാണ് കേട്ടോ ശരിക്കും ഇട്ട് കൊടുക്കുന്നത്. ഇതൊന്ന് നമുക്ക് വറുത്തെടുക്കണം. നല്ലൊരു ഗോൾഡൻ കളർ ആവണ വരെ നമ്മൾ വറുത്തെടുത്താൽ മതി കേട്ടോ. നമ്മൾ നാളികേരമൊക്കെ ഇട്ടിട്ട് നോക്കിയേ ഇതേപോലെ ഇതാ ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. നമ്മളിത് ഗ്യാസ് ഓഫ് ചെയ്തു. നമുക്ക് ചട്ടിയിലേക്ക് നേരെ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഇതാ വറുത്തലിശ്ശേരി റെഡി ആയിട്ടാ. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി. അധികം അളവിലൊന്നും വെക്കില്ല. ഈ ഒരു രീതിയിലാണ് കേട്ടോ വെക്കുക. ഇതാ വറുത്തലിശ്ശേരി റെഡി ആയിട്ട് നമ്മൾ വറുത്ത നാളികേരമൊക്കെ ഉണ്ടല്ലോ ഇതിൻ്റെ എല്ലായിടത്തേക്കും ആവേണ്ട രീതിയിൽ ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കറി ഇതാ റെഡി ആയിട്ടുണ്ട്. അപ്പം ഇനി ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഷായറിനെ വിളിക്കട്ടെ കേട്ടോ. ഭയങ്കര ചൂട് കറി നോക്കിയേ. എരിശ്ശേരി സദ്യകൾക്കാണ് ശരിക്കും ഇത് കൂടുതൽ. നമ്മൾ വീട്ടിൽ വയ്ക്കൽ കുറവാരാ. സദ്യകൾക്കാണ് മെയിനായിട്ട് ചൂട് വെച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ ഷായറിനെ വിളിക്കണായിരുന്നേ. നല്ല ചൂടുണ്ടാവും. അതിന് ഇത്തിരി മതി. നല്ല ചൂടുണ്ടേ അല്ലേ? നല്ല രസമായിട്ടാണ് കഴിക്കാനായിട്ട്. നിർത്തല്ലേ? അപ്പോൾ ഈ ഓണത്തിന് എല്ലാവരും ഇത് വെച്ച് നോക്കിയോളൂ. എരിശ്ശേരി അത്ര രസമായിട്ടുള്ളതാണ്. അപ്പോൾ അടുത്ത ദിവസം അടുത്ത വീട്ടിൽ കാണാം.